അപ്പോൾ അബീൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി, അതായത് ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ അവരുടെ വീട്ടിലാണ്. ഞങ്ങൾ ചെറിയ ഫാമിലി എല്ലാവരും കൂടി കേക്ക് കട്ടിങ്ങും ചെറിയ പരിപാടിയുണ്ട്. അപ്പോൾ ഈ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, അങ്ങനെ ആദ്യം തന്നെ ഞാൻ മിക്സറിൽ പരിപാടി തുടങ്ങി. മിക്സറും നല്ല പാൽച്ചായ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും അതൊക്കെ കുടിച്ചു. അമ്മമ്മ ഉണ്ടായിരുന്നു, അമ്മമ്മയും കുടിച്ചു. പിന്നെ അബീൻ്റെ അമ്മ ഒരു 6 മണിയായപ്പം വിളക്ക് കത്തിക്കാൻ നിൽക്കുകയാണ്. ഇതാണ് അവളുടെ അമ്മയും കേട്ടോ. ഇതാണ് ഞങ്ങളമ്മ. നിങ്ങൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ബലൂണൊക്കെ വീർപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുനിഷ്ടുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ ആഘോഷമല്ല, ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെറിയൊരു ആഘോഷം, പക്ഷെ നല്ല ഹാപ്പിലി എൻഡഡ് പ്രോഗ്രാം. ഇതിൽ ആ ബലൂണ് വീർപ്പിക്കുന്നത് ഭയങ്കര റിസ്ക്കിന്. റെഡ് പിന്നും വീർപ്പിക്കുക, പക്ഷെ ആ ഗോൾഡൻ കളർ ഭയങ്കര ടൈറ്റായിട്ടായിരുന്നു. ഒന്നുകൂടി ഒരു കട്ടിയായിരുന്നു. അത് വീർപ്പിക്കാൻ കുറച്ച് പാടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അല്ലു എന്തോ പാറ്റേനെ കണ്ട് അത് വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ അബി ക്യാമറ അങ്ങോട്ടേക്ക് ചലിപ്പിച്ചു. എനിക്ക് ഈ പാറ്റ, പ്രാണി ഇങ്ങനത്തെ ഐറ്റംസിനെ കണ്ട ഭയങ്കര ഒരു ത്വരയാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അമ്മമ്മേ ഒരു ഹായ് പറ. ഹായ് പറ. ഹായ് തുടങ്ങട്ടെ കുട്ടി. ഹായ് പറ. ഹായ്. വെഡിങ് ആനിവേഴ്സറിക്ക് ഇപ്പൊ മാനിങ് ആനിവേഴ്സറി ആവും. തീരുമാനത്തിലാക്കി തരും. ബലൂണൊക്കെ വേർപ്പിച്ച് സെറ്റാക്കി വെച്ച് ഇനി ഹാപ്പി ആനിവേഴ്സറി എന്നുള്ള ടാഗൊന്ന് കോർത്ത് സെറ്റാക്കി വെക്കണം. ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ് ഗായ്സ്. അതിൻ്റെ ഇടയ്ക്ക് 2 പൂച്ചക്കുട്ടികൾ പാളി വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ കാട്ടി കൂട്ടുന്നതെന്ന്. ഇതെങ്ങനെയെങ്കിലും ഈ പരിപാടി കഴിയുന്ന വരെ ഇതൊക്കെ ഉണ്ടായാൽ മതി എന്ന് ഞാൻ ചിന്തിക്കുന്നത്. കാരണം 2 ബലൂൺ എടുത്ത് അങ്ങോട്ടിട്ടണ് ഇങ്ങോട്ടിട്ടണ്. നല്ല കളിയാണ്. വെച്ച നിലയായിരുന്നു അല്ലൂന്. കാരണം അവനക്കൊരു കൂട്ട് കിട്ടി. ആദ്യനായിട്ട് നല്ല കമ്പനി. ആദ്യം അതേപോലെ തന്നെ അല്ലൂനായിട്ട് ഭയങ്കര കട്ട കമ്പനി. ഇനി ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് സീനായിരിക്കും. സെറ്റ് ചെയ്യണേ. ശരിയാക്കി വെച്ചില്ലെങ്കിൽ ഓ സലീം കുമാർ ഡയലോഗ്. മല പണിയുന്നുണ്ട് ഗൈസ്. എവിടെ എത്തി? ആനിവേഴ്സറി വരെ എത്തി. കേക്കുമായിട്ട് എന്റെ ചെങ്ങായി വന്നിട്ടുണ്ട്. നമ്മളെ മമ്മിജീന്റെ വക കേക്ക്. ഇവിടെ വരുമ്പോ ഓള് ചടപടേന്ന് പണി. എന്നാ പിന്നെ ഒന്നും പറയണ്ട. ഹലോ പറഞ്ഞല്ലേ ആദി? അമ്മമ്മന്റെ മേലാക്കണ്ട. ഇത് 2 അങ്ങ് മറക്കാം. ഈ 2 ബലൂണും നമ്മളങ്ങ് മറക്കാം. അങ്ങനെ അബി ഹാപ്പി ആനിവേഴ്സറി നല്ലോണം കർട്ടൻമേലേക്ക് അറ്റാച്ച് ചെയ്യാണ്. നല്ല രസമുണ്ട്. ഗോൾഡൻ കളർ
ഇത് ലൈറ്റ് സെറ്റപ്പൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ബലൂണൊക്കെ ഇതുപോലെ നല്ലോണം കട്ടിയിൽ നൂലുകൊണ്ടൊക്കെ കെട്ടി പിന്നോണ്ട് തന്നെ കോർത്ത് ഞാൻ ആ കർട്ടന്മേൽ തന്നെ കോർത്തിട്ട് കാണാൻ നല്ല രസമല്ലേ. ഈ ടേബിൾ മേലൊക്കെ ഗോൾഡൻ റെഡ് ബലൂണൊക്കെ കൂടായിട്ട്. അപ്പൊ ഗൈസ് മാറ്റി വരാം കേട്ടോ, പെണ്ണ് മാറ്റി വരാം. ചെക്കൻ പോയിട്ടുണ്ട്, പെണ്ണ് മാറ്റി വരാം. ഇവന് പിന്നെ നേർച്ച വെച്ച് കൊടുക്കാനുള്ളവർക്ക് നേർച്ചയൊക്കെ വെച്ചു കൊടുത്തു. അതിൻ്റെ അടുക്ക് ഇതിൻ്റെ 2 ഫ്രണ്ട്സ് സർപ്രൈസുമായി വന്നു ഗൈസ്. ആരും വിചാരിച്ചില്ല അവർ വരുന്ന്. കാരണം ഞങ്ങൾ മാത്രം ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവർ കേക്കും നല്ല അടിപൊളി ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ ആയിട്ട് വന്ന്. പിന്നെ ഞാൻ അമ്മ കൊണ്ടുവന്ന കേക്കും അവർ കൊണ്ടുവന്ന കേക്കും അതുപോലെ നിരത്തി വെക്കുകയാണ്. രണ്ടും കട്ട് ചെയ്യുക. പിന്നെ വീട്ടിൻ്റെ അടുത്തുള്ള അവരും കൂടി വിളിക്കുന്നുണ്ട് കട്ട് ചെയ്യാൻ നേരത്ത്. ഒന്ന് വാഞ്ചോ, ഒന്ന് വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഫ്ലേവറാണ് കേട്ടോ. ആ മോനെ വേറെ കേക്ക് ഉണ്ടോ അല്ലേ? നിങ്ങൾ രണ്ടാളും കൂടി മുറിച്ചോളി. അവിടെ ഓന്തൊക്കെ കണ്ണേന്റെ തരാം. എവിടെ എന്താണ് എന്താ ഹാപ്പി ടു യാ വെഡിങ് ആനിവേഴ്സറി അല്ല? കട്ട് ചെയ്തോളൂ. ആ മുറിച്ചത് അതാ കുടിക്കുന്ന അഭി ഊതടി. അമ്മ ഒരു കഷ്ണം കൊടുത്തു. അമ്മ ഒരു കഷ്ണം കൊടുത്തോ. രണ്ടാക്കും വേണ്ട കേക്ക് വേണ്ട. അല്ല പോയി വാങ്ങിക്കടാ, പോയി വാങ്ങിക്ക. അല്ലു കയ്യടിക്കടാ, കയ്യടിക്ക്. ഞാൻ അതൊന്നും ആ ഗിഫ്റ്റ് ഒന്ന് പൊളിച്ചാ. ഗിഫ്റ്റ് പൊളിക്ക അബിയെ. അതെന്താണ് അല്ല കൊടുത്തു. കാണിക്കൂ. ആ ശരി. തെളിവാണ് മോനെ, തെളിവാണ്. അഭി പറഞ്ഞിട്ട് നോക്കണോ?
പിന്നെ അതിന് ശേഷം ഭയങ്കര ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെയും ഞങ്ങളെ കൂടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ എൻജോയ് ചെയ്തു. അതിന് ശേഷം നമുക്ക് ഫുഡിലേക്ക് കിടക്കണ്ടേ. അവിടെ കുഴിമന്തി ആയിരുന്നു കേട്ടോ ഫുഡ്. മന്തിയും ഉണ്ട്, മയോണൈസും ഉണ്ട്, ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്. ഇതെന്താ? ഇന്ന് ഞങ്ങളൊരു മറ്റേത് എന്ത് പറയല്ലോ 8 പീസ് സെറ്റാണ് ഗൈസ്. അങ്ങനെ അഭി കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ വെക്കേണ്ട. അമ്മമ്മയ്ക്കും വേഗം പോകണം. അപ്പോൾ അവരൊക്കെ ആദ്യം ഇരുന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനും അല്ലു ഒന്ന് സ്റ്റേ ആണ്. കാരണം വണ്ടിയിൽ റിട്ടേൺ പോകുമ്പോൾ അല്ലു വണ്ടിമേൽ ഇരുന്ന് ഉറങ്ങും. അതുകൊണ്ട് ഞങ്ങൾ നാളെ രാവിലെ പോവുള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് കഴിച്ചാൽ മതിയല്ലോ വിചാരിച്ച്. കാരണം ഇപ്പോൾ ഓൾറെഡി അല്ലു കേക്കൊക്കെ കയറ്റിയോണ്ട് ഭയങ്കര വിശപ്പ് ഉണ്ടാവില്ല. അപ്പം ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ട് അടുത്ത പരിപാടി. അതുകൊണ്ട് അമ്മയുടെ പ്ലേറ്റ് ആയത് കണ്ടില്ലേ? കുറച്ച് പണിയുണ്ട്. പല്ലില്ലാത്ത അമ്മൂമ്മ മന്തി തിന്ന കണ്ടില്ലേ? ആരോടാ? ഇതിനോ വീഡിയോ കൈ കിട്ടിട്ട് നേരെ പോവാ. ആ കുടുങ്ങും. നേരത്തെ അങ്ങനെയാണ് പറ്റിയത്. ഉഷമ്മ പോണ്. ഉഷമ്മക്ക് ഒരു ചാറ്റ് കൊടുക്കണ്ടേ? ഇങ്ങോട്ട് വരി. അമ്മുക്കിളി അമ്മുക്കിളി കറക്റ്റ് അമ്മുക്കിളി തന്നെ. നോക്കട്ടെ. ഇനി കിരീടം വെച്ച് കഴിഞ്ഞാൽ ചാറ്റ കൊടുത്തോളല്ലോ. അമ്മമ്മയ്ക്ക് ഉമ്മ കൊടുക്കില്ല? ഒരു ഉമ്മ കൊടുത്തോളാ. അതാ അമ്മമ്മ പോണതാ. ഉഷ അമ്മമ്മ ഈ പോണുണ്ടോ? അതെവിടെ ആദ്യം അത് അമ്മമ്മ പോണതാ. ചാറ്റ കൊടുത്തോളാ. ടാറ്റാ. നോക്കിയിരുന്നോളി. നല്ല പിടിച്ചോളെ, വഴുതി വീഴും. അല്ല അമ്മൂമ്മ പോയി. ഈ പോണില്ല. നമ്മളെങ്ങനെ പോവാ? പിന്നെ അതിന് ശേഷം അബീൻ്റെയും മക്കളെയും അടിപൊളി വൈബ് DJ ഉണ്ടായിരുന്നു, പാട്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ അങ്ങനെ കണ്ടിരുന്നു. പിന്നെ ഓരൊക്കെ തിന്ന് കേക്കൊക്കെ ദഹിച്ചു എന്ന് തോന്നിയപ്പോൾ പിന്നെ നൈറ്റ് ഒരു 9:30-10 ആകുമ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഇവരെ ഡാൻസിലേക്ക് അബീൻ്റെ അമ്മായിമ്മയും കൂടി വന്നു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു, കാണാൻ നല്ല രസമായിരുന്നു. കാരണം നമ്മൾ ഫാമിലി മാത്രമായിട്ട് ചെറിയൊരു ആഘോഷമാണെന്നുണ്ടെങ്കിലും ഇതിലൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടെന്ന് നമുക്ക് തോന്നും. കാരണം കണ്ടിരിക്കാൻ നല്ല രസമല്ലേ ഇവരുടെ കൂടെയുള്ള ഡാൻസ്. ഇതൊക്കെ എന്നോ ഒരു ഓർമ്മയായിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ ഇനി വലുതായി കഴിഞ്ഞാലൊക്കെ ഇത് കാണൂലേ. സൂപ്പറാണോ? ഞാൻ അതൊന്നും എടുത്തില്ല മോളെ.
മധുരം സുഖൻ കളി ജയലക്ഷ്മി. പക്ഷേ ഒരു പറഞ്ഞേ നിങ്ങൾക്ക് ഹൈറ്റ് കൊണ്ട് അത് കിട്ടാൻ കാരണം മുണ്ട എന്റെ മുണ്ടോ? എന്റെ അമ്മ വാങ്ങി എനിക്ക് ഇത് ഇത്രയും വലിയ മുണ്ട് സാരി ആക്കാം എനിക്ക്. ആ മുണ്ട് ഓന്റെ മുണ്ടാണോ അല്ലേ? നല്ല ടൈമാ വാങ്ങി തണുപ്പത്തിന്റെ. നല്ല ഇപ്പൊ അതന്നെയാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരയ്ക്കും ടാറ്റ ബൈ ബൈ ഫ്രം ബാൻസ്കോഡ്.